അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. യുഎസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമാണ് 40 ട്രില്യൺ ഡോളറാണ് ഇപ്പോൾ ബാധ്യതയായി കടമായി അമേരിക്കക്ക് വന്നിരിക്കുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കടം വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ട്രംപിന്റെ യുദ്ധം. ഈ യുദ്ധത്തിലൂടെയാണ് അമേരിക്ക ഇത്രമാത്രം കൂപ്പുകുത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയല്ല, അമേരിക്കയുടെ കടബാധ്യതയുടെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി അന്താരാഷ്ട്ര തലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് ഒന്നാമത് അമേരിക്ക എന്നാണ്, ബാക്കിയൊക്കെ രണ്ടാമത്. ഒബാമ ശരിയല്ല, അതുപോലെ മുൻപ് ഭരിച്ചിരുന്ന ഭരണാധികാരികളൊന്നും പ്രസിഡന്റുമാരൊന്നും ശരിയല്ല. കാരണം ഇറാഖിൽ യുദ്ധം ചെയ്തു, അമേരിക്കക്ക് ബാധ്യതയുണ്ടായി, അവിടുത്തെ എണ്ണ പോലും അവർക്ക് അമേരിക്കയുടെ അധീനതയിൽപ്പെടുത്താൻ സാധിച്ചില്ല. സിറിയയിൽ യുദ്ധം ചെയ്തു, എല്ലാം നഷ്ടമാണ്. അതുപോലെ ലിബിയയിൽ യുദ്ധം ചെയ്തു, എല്ലാം നഷ്ടമാണ് എന്ന് പറഞ്ഞ് നഷ്ടമില്ലാത്ത യുദ്ധത്തിന് വേണ്ടി വന്നതായിരുന്നു ട്രംപ്. അങ്ങനെയാണ് ഇറാനിലെ യുദ്ധത്തിലേക്ക് കടന്നത്. പക്ഷേ ഇറാൻ യുദ്ധത്തോടുകൂടെ അമേരിക്ക ഒന്നാമതായി മാറി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് കടക്കണിയിലും ബാധ്യതയിലുമാണ് എന്ന് മാത്രം. അതിൽ 40 ട്രില്യൺ ആണ് ഇപ്പോൾ. ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ട്രംപ് അമേരിക്കയെ എത്രമാത്രം വലിയ ദുരന്തത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഇസ്രയേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഇസ്രയേലിന്റെ സെക്യൂരിറ്റി നിലനിർത്താൻ വേണ്ടി അമേരിക്ക യഥാർത്ഥത്തിൽ വിൽക്കുകയാണ് ചെയ്തത്. ഒന്നാമത് അമേരിക്ക എന്നല്ല, ഇസ്രയേൽ ഒന്നാമത്. അതിനുവേണ്ടി അമേരിക്കയെ വിൽക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്.